ഈശോ വരുന്നു. മാനവരക്ഷയ്ക്കായി മണ്ണിൽ പിറന്ന മഹത്വത്തിൻ നാഥൻ വരുന്നു. അവൻ വരുന്നു എന്ന തലക്കെട്ടിൽ ആഗമനകാല വിചിന്തനങ്ങളുടെ 3-ാം എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷാ നിർഭരമായ കാത്തിരിപ്പിനും ഒരുക്കത്തിനുമിടയിൽ ആരാധനക്രമം നമ്മോട് പറയുന്നു: ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ചുല്ലസിക്കുവിൻ. പ്രവാചകനായ സെഫനിയ. കർത്താവിലെന്നും ആഹ്ലാദിക്കുവിൻ. പൗലോസ്ലീഹ. ഔദാര്യത്തിലും സേവനത്തിലും ആനന്ദം കണ്ടെത്തുവിൻ. സ്നാപക യോഹന്നാൻ. ഇവരെല്ലാം നമ്മെ വെല്ലുവിളിക്കുകയാണ്. ആഗോളതലങ്ങളിലെ സംഘർഷങ്ങൾ, സാമൂഹ്യ തലങ്ങളിലെ അഭിപ്രായ ഭിന്നത, കുടുംബങ്ങളിലെ സ്വരച്ചേർച്ചയില്ലായ്മ, ഇതിനെല്ലാം ഇടയിൽ നമ്മളെങ്ങനെ സന്തോഷിക്കും? ഉത്തരം T.S. എലിയട്ട് പറയുന്നുണ്ട്: The world turns and the world changes, but one thing does not change. In all my years, one thing does not change: the perpetual struggle of good and evil. ഭൂഗോളം തിരിയുന്നു, ലോകം മാറുന്നു, ഒരു കാര്യം മാത്രം മാറുന്നില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ മാറ്റമില്ലാത്ത ഒരു കാര്യം മാത്രം: നന്മ തിന്മകൾ തമ്മിലുള്ള നിരന്തരമായ സംഘർഷത്തിന്. സങ്കടവും സന്തോഷവും നിഴലും വെളിച്ചവും പോലെ ജീവിതത്തെ പിന്തുടരുമ്പോൾ ആഗമനകാലം നമ്മോട് പറയുകയാണ്: ജോയ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് സ്ട്രഗിൾ ബട്ട് ദ പ്രസൻസ് ഓഫ് ഗാഡ്. സന്തോഷം സംഘർഷങ്ങളില്ലായ്മയല്ല, മറിച്ച് ദൈവ സാന്നിധ്യമാണെന്ന്. ഇപ്പം സന്തോഷം നമ്മുടെ വ്യക്തി, കുടുംബ, സമൂഹ തലങ്ങളിൽ നമ്മെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നുവെന്ന് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാം. സെഫനിയ പ്രവാചകൻ 3-ാം അധ്യായം 17-ാം വാക്യം നമ്മോട് പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, ശക്തനായ ഒരു രക്ഷകൻ എന്ന്. പഴയ ഒരു കവിത ഓർക്കുന്നു: വെള്ളത്താടിയും തടവി, വെള്ളിച്ചൂരലും ചുഴറ്റി, നക്ഷത്രക്കല്ലുകൾ പാകിയ മുറ്റത്ത് നടക്കാനിറങ്ങുന്ന, അകലെ നിന്ന് നമ്മെ നോക്കുന്നവനല്ല നമ്മുടെ ദൈവം, കൂടെ നടക്കുന്നവനാണ്, കൂട്ടിന് വരുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് സെഫനിയ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേ, ദൈവം നമ്മിൽ സന്തോഷിക്കുന്നു. വിശ്വസിക്കാൻ പ്രയാസം തോന്നും. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് നമ്മെ ഓർത്ത് സന്തോഷഗീതങ്ങൾ ആലപിക്കുന്നുവെന്ന്. ഇപ്രകാരമുള്ള ആത്മീയ അടുപ്പത്തിൻ്റെ കവിത T.S. എലിയട്ട് പറയുന്നത് ഇങ്ങനെയാണ്: The soul's sap cures, there is only the dance. തന്ത്രികൾ തൊട്ടാൽ ശ്രുതി വഴിക്കുന്ന വീണകളെപ്പോലെ ആത്മാവിൻ്റെ സത്ത പ്രകമ്പനം കൊള്ളുന്നുവെന്ന്. ഒന്നു മാത്രം അവശേഷിക്കുന്നു: നൃത്തം. സന്തോഷം ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിലാണ്. നമ്മോടുകൂടെയുള്ള സന്തത സഹചാരിയായ ഇമ്മാനുവലിനെ കുറിച്ചുള്ള ബോധ്യത്തിലാണ്. പ്രായോഗികമായ ഈ ചിന്ത നമുക്ക് എങ്ങനെ സ്വീകരിക്കാം? അതിരാവിലെ ഉണരുമ്പോൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അല്പനേരം മൗനമായി ചിന്തിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക: ദൈവമേ, അങ്ങ് ഇവിടെ എന്നോടുകൂടെയുണ്ട് എന്ന്. 2, ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഓർമ്മയിൽ കൊണ്ടുവരിക.
ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, സന്തോഷിക്കുവിൻ, വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെയും യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിനെന്ന്. നന്ദിയോടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന് സമർപ്പിച്ച് സന്തോഷത്തോടെ ഇരിക്കാനാണ് പൗലോസ്ലീഹ നമ്മെ ക്ഷണിക്കുന്നത്. തിക്കിനും തിരക്കിനും ബഹളത്തിനും ഫലമണിയാത്ത പ്രതീക്ഷകൾക്കുമിടയിൽ കുടുംബങ്ങളിൽ സന്തോഷം മറഞ്ഞു കിടക്കുന്നു. എന്നാൽ നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത ബന്ധങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രത്യേക അവസരമാണ് ഈ ആഗമനകാലം. The way up is the way down. The way forward is the way back. T.S. Eliot പറയുകയാണ്, മുകളിലേക്കുള്ള വഴി തന്നെയാണ് താഴേക്കും, മുന്നോട്ടുള്ള വഴി തന്നെയാണ് പിന്നിലേക്കുമെന്ന്. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ നന്ദി നമ്മെ പിടിച്ചു നിർത്തുന്നു. പുറകോട്ട് നോക്കാൻ, ദൈവാനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ, നന്ദി പറയാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. എല്ലാ സംഘർഷങ്ങൾക്കിടയിലും പ്രായോഗികമായി എന്ത് ചെയ്യാം? കുടുംബങ്ങളിൽ ചില്ലറ വയ്ക്കാൻ ഒരു ജാർ വെക്കുന്നില്ലേ, അതുപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ, കൃതജ്ഞതയുടെ ഒരു ചെറിയ ജാർ വേണം. അതിൽ ഓരോ കുടുംബാംഗങ്ങളും ഈ ആഴ്ചയിലെ ഓരോ ദിവസവും ഒരു തുണ്ട് കടലാസിൽ ഒരു നന്ദിയുടെ വാചകം എഴുതിയിടുക. ആഴ്ചയുടെ അവസാനത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് അത് വായിച്ച് പങ്കുവയ്ക്കുക. 2, ഈ ആഴ്ചയിൽ പരാതിപ്പെടാനുള്ള അവസരമുണ്ടാകുമ്പോൾ നമ്മൾ അതിന് പകരം ഒരു നല്ല കാര്യം പറയാൻ ബോധപൂർവം പരിശ്രമിക്കുക. ആഴ്ചയിൽ പരാതിപ്പെടാനുള്ള അവസരമുണ്ടാകുമ്പോൾ നമ്മൾ അതിന് പകരം ഒരു നല്ല കാര്യം പറയാൻ ബോധപൂർവം പരിശ്രമിക്കുക. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ എന്ന്. സന്തോഷം വ്യക്തിപരമായ ഒരു വികാരം മാത്രമല്ല, സാമൂഹികമായ ഒരു വിളി കൂടിയാണിത്. ഒരു സോഷ്യൽ ഡിമെൻഷൻ അതിനുണ്ട്. യഥാർത്ഥ സന്തോഷം കണ്ടെത്തേണ്ടത് ഔദാര്യത്തിലും സേവനത്തിലുമാണ്. T.S. എലിയട്ടിൻ്റെ വിജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വാട്ട് വി കോൾ ദ ബിഗിനിങ് ഈസ് ഓഫൺ ദി എൻഡ്, ആൻഡ് ടു മേക്ക് എൻ എൻഡ് ഈസ് ടു മേക്ക് എ ബിഗിനിങ്. തുടക്കമെന്ന് നാം വിളിക്കുന്നത് പലപ്പോഴും ഒടുക്കമാണ്. അവസാനിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊന്ന് പുതിയതായി തുടങ്ങുന്നതെന്ന്. നാം നൽകുമ്പോൾ സ്വാർത്ഥത അവിടെ അവസാനിക്കുന്നു, സമൂഹത്തിന് തുടക്കം കുറിക്കുന്നു. ഔദാര്യം എന്നത് നമുക്കും മറ്റുള്ളവർക്കുമായി സന്തോഷത്തിൻ്റെ വാതിലുകൾ വിശാലമായി നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നു. പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭക്ഷണം, വസ്ത്രം, സമയം ഇവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള അവസരമാണ് ഈ ആഴ്ച. അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹ സമൂഹ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്യുക. ഓർക്കുക, പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിയാകുന്നതാണ് സന്തോഷം. T.S. എലിയട്ട് പറയുന്നുണ്ട്, യു ആർ നോട്ട് ഹിയർ ടു വെരിഫൈ, ഇൻസ്ട്രക്ട് യുവർ സെൽഫ് or inform curiosity or carry reports. You are here to kneel. പരീക്ഷിക്കാനല്ല, സ്വയം പഠിപ്പിക്കാനല്ല, റിപ്പോർട്ട് സമർപ്പിക്കാനല്ല, കൗതുകം ശമിപ്പിക്കാനല്ല, മുട്ടുകുത്തി നിൽക്കാനാണ് നീ ഇവിടെ ആയിരിക്കുന്നത്. ആഗമനകാലം മുഴങ്കാൽ മടക്കി നമിക്കാനുള്ള അവസരമാണ്. നമ്മുടെ ഭയങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെ ആശ്ലേഷിക്കാനുള്ള സമയമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സമീപത്തുണ്ട്, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു.
ജീവിത പ്രയാസങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കാൻ, അനുഗ്രഹങ്ങളിൽ നന്ദി പറയാൻ, അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ സന്തോഷത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യങ്ങളാകട്ടെ. ആമേൻ.